നമസ്കാരം. സ്കോർ അക്കാഡമിയിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഓൾറെഡി ഒരു ക്ലാസ് കഴിഞ്ഞതാണ്. അതിൻ്റെ കണ്ടിന്യൂഷൻ സെഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. RRB JEEക്ക് ചോദിച്ചിട്ടുള്ള മോസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്കി സെഷനിലേക്ക് കടക്കാം. What is the force required to keep the object sliding on a surface with the same speed? RRB JEE 2019 CBT 128th May ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ, കോണ്ടാക്ട് ഫ്രിക്ഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫ്രിക്ഷൻ്റെ അകത്തു നിന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ ഫോഴ്സ് റിക്വയർഡ് ടു കീപ് ദ ഒബ്ജക്ട് സ്ലൈഡിംഗ് ആണ്. ആ വാക്കിൽ തന്നെ ഉണ്ട് സ്ലൈഡിങ് ചെയ്യുമ്പോൾ, അതേ സ്പീഡിൽ സ്ലൈഡിങ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്തെന്നാണ് ചോദിക്കാം. ഓപ്ഷൻസിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കിയെല്ലാം എലിമിനേറ്റ് ചെയ്യാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ല, റോളിംഗ് ഫ്രിക്ഷൻ അല്ല, കോണ്ടാക്ട് ഫ്രിക്ഷനും അല്ല, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ് അവിടുത്തെ ആൻസർ. അപ്പോൾ ബേസിക്കലി വാട്ട് ഇസ് ഫ്രിക്ഷൻ അതും കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഫ്രിക്ഷൻ എന്താണ്? ഫ്രിക്ഷൻ ഇസ് ദാറ്റ് ഒപ്പോസിംഗ് ഫോഴ്സ് വെൻ ടു ബോഡീസ് ആർ ഇൻ കോണ്ടാക്ട് ഓർ ഇൻ മോഷൻ. രണ്ട് വസ്തുക്കൾ മോഷനിലോ റെസ്റ്റിലോ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഒപ്പോസിംഗ് ഫോഴ്സിന്റെ പേരാണ് ബേസിക്കലി എന്ത്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ പല വിധത്തിലുണ്ട്. അതിനകത്ത് വരുന്നതാണ് സ്ലൈഡിങ്ങും റോളിങ്ങും ഒക്കെ വരുന്നത്, അല്ലേ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ടേംസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഇസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? വെൻ ദ ഒബ്ജക്ട് ടെൻസ് ടു മൂവ് ബട്ട് നോട്ട് യെറ്റ് സ്റ്റാർട്ട് മൂവിങ്. അത് റെസ്റ്റിലായിരിക്കുമ്പോൾ എന്നാൽ മൂവ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കുന്നുണ്ട്, ബട്ട് it has not yet started moving, then that type of friction is called static friction. Whereas limiting friction എന്ന് പറഞ്ഞാൽ the maximum amount of friction that the body can take just before it starts moving. Maximum, അതിൻ്റെ maximum വാല്യൂവിൻ്റെ പേരാണ് എന്ത്? Limiting friction. Static friction എന്ന് പറഞ്ഞാൽ when the body tends to move but it just has not yet start moving. മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എന്നാൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അതിൻ്റെ മാക്സിമം വാല്യൂവിനെയാണ് പറയുന്നത്. മാക്സിമം വാല്യൂ just before the body starts moving, the maximum value friction, അല്ലേ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലവട്ടവും ചോദിച്ചിട്ടുള്ള സാധനമാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയ സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. സ്ലൈഡിംഗ് സമയത്ത് നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്താണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. വേറെ റോളിംഗ് സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ആണ് റോളിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ എന്ന കേസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തതായിട്ട്, വാട്ട് ഇസ് ദ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് അൾട്രാസൗണ്ട്? ഫ്രീക്വൻസി റേഞ്ച് ഓഫ് അൾട്രാസൗണ്ട് ആണ്. അപ്പൊ സൗണ്ട് എന്ന ടോപ്പിക്കിൻ്റെ അകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അൾട്രാസൗണ്ട്, എന്താണ് ഇൻഫ്രാസൗണ്ട്, അങ്ങനെ ടൈപ്സ് ഓഫ് സൗണ്ട് കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് അതിൻ്റെ ഓപ്ഷൻസിലേക്ക് പോകാം. ബിറ്റ്വീൻ 20 ഹേർട്സ് ആൻഡ് 20 കിലോ ഹേർട്സ് ആണോ? 200 ഹേർട്സ് ആൻഡ് 2000 ഹേർട്സ് ആണോ? ബിലോ 20 ഹേർട്സ് ആണോ? എബവ് 20 കിലോ ഹേർട്സ് ആണോ? ഇപ്പോൾ ഏതാണ് ഓപ്ഷൻ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഒരു റേഞ്ച് വാല്യൂസ് തന്നെ പഠിക്കുക. ഈ അൾട്രാസൗണ്ട് എന്താണ്? ഹ്യൂമൻ ഇയറിന് കേൾക്കാൻ പറ്റുന്ന ഓഡിബിൾ റേഞ്ച് എത്രയാണ്? ഇൻഫ്രാസൗണ്ടിന്റെ റേഞ്ച് എത്രയാണ്? ഈ ഒരു സംഭവം ജസ്റ്റ് മനസ്സിൽ വെച്ചിരിക്കണം. ഏതെന്ന് വേണേൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടുത്തെ ഇപ്പോഴത്തെ ആൻസർ കറക്റ്റായിട്ട് വന്നാൽ എബൌട്ട് 20 കിലോ ഹെർട്സ് ആണ്. 20 കിലോ ഹെർട്സിനെ കാട്ടിയും കൂടുതലുള്ള സൗണ്ടിനെയാണ് നമ്മൾ അൾട്രാസൗണിക് സൗണ്ട് എന്നൊക്കെ പറയുന്നത്. അൾട്രാസൗണ്ട് നോർമലി ബാറ്റിന്, നമ്മുടെ ഓവാല് അല്ലെങ്കിൽ ബാറ്റിന് ഹിയർ ചെയ്യാൻ പറ്റുന്ന സൗണ്ട് വേവ്സിനെയാണ് നമ്മൾ അൾട്രാസൗണ്ട് എന്ന് നോർമലി പറയാറ്. അപ്പോൾ ഹ്യൂമൻ റേഞ്ച് എത്രയാണ്? ഹ്യൂമൻ ഓഡിബിൾ റേഞ്ച് എത്രയാണ്? അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഫിഗർ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എബൌട്ട് 20 കിലോ ഹെർട്സിനെ നമ്മൾ എന്ത് വിളിക്കും? അൾട്രാസോണിക് സൗണ്ട് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി ബിലോ 20 ഹെർട്സിനെ നമുക്ക് എന്ത് പറയാം? 20 കിലോ ഹെർട്സിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ അൾട്രാസൗണ്ട്, ബിലോ 20 ഹെർട്സിനെക്കാട്ടിയും കുറവാണെങ്കിൽ നമ്മൾ അതിനെ ഇൻഫ്രാസൗണ്ട് എന്ന് പറയാം. ഇൻഫ്രാസൗണ്ട് നോർമലി നമ്മുടെ ആന, എലിഫന്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇൻഫ്രാസൗണ്ട്. എലിഫന്റിന് ഇതിനെക്കാട്ടിയും കൂടിയ റേഞ്ചും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് വളരെ ലോ ഫ്രീക്വൻസി സൗണ്ട്സും എലിഫൻസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇൻഫ്രാസൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ജീവികൾ നോർമലി ആനയൊക്കെയാണ്. ഇൻഫ്രാസൗണ്ടും അതിന് ലൈക്ക് ചെറിയ വോളിയം പോലും നമുക്ക് സെൻസിറ്റീവ് ആണ് ആന. ഓക്കെ, ഇനി ഓഡിബിൾ ഫ്രീക്വൻസി, മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 20 ഹേർട്സ് ആൻഡ് 20 കിലോ ഹേർട്സ്. 20 ഹേർട്സും 20 കിലോ ഹേർട്സിനും ഇടയിലുള്ള വാല്യൂ ആണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി. ക്ലിയർ അല്ലേ? ബിലോ 20 ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസൗണ്ട് ആന,
ബിറ്റ്വീൻ 20 ഹേർട്സ് ആൻഡ് 20 കിലോ ഹേർട്സ് എന്ന് പറയുന്നത് ഓഡിബിൾ റേഞ്ച് ഓഫ് ഹ്യൂമൻ ഇയർ ആണ്. ഓക്കെ, ഇനി എബൌട്ട് 20 കിലോ ഹെർട്സ് എന്ന് പറയുന്നത് ബാറ്റ് പോലുള്ള അൾട്രാസോണിക് സൗണ്ട് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ വെൻ 1 കൂളം ചാർജ് മൂവ്സ് അഗൈൻസ്റ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്? ഓപ്ഷൻസ് നോക്കാം. 1 വാട്ട്, 1 ആംപിയർ, 1 കൂളം, 1 ജൂൾ. ശ്രദ്ധിക്കുക, വർക്കാണ് ചോദ്യം. ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ when 1 coulomb charge moves against a potential difference of 1 volt. വർക്ക് അല്ലേ, ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ഫണ്ടമെന്റലി ജൂൾ ആണ് അല്ലേ. ജൂൾ ഇസ് ദ യൂണിറ്റ് ഓഫ് വർക്ക് അല്ലേ. വർക്ക് ഇസ് ഈക്വൽ ടു, നമ്മൾ പണ്ട് അല്ലാതെ പഠിച്ചിട്ടുണ്ട്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അതിന്റെ ഒരു ഇലക്ട്രിക്കലിന്റെ വേരിയേഷൻ വരുമ്പോഴാണ് ഈ കൂളം എന്നും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, വർക്ക് ഏതർ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്ട്ലി അടിക്കാൻ പറ്റും. വർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ആൻസർ ജൂൾ ആണ് ഇവിടെ വരുന്നത്. ഓർ ജസ്റ്റ് നമുക്കറിയാം when 1 coulomb charge moves against a potential difference of 1 volt, നമ്മൾ ഫണ്ടമെന്റലി അതിനെ ജൂൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഏതർ വേ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്തുക. വർക്ക് കാണുമ്പോൾ അതിന്റെ യൂണിറ്റ് ജൂളിലോട്ട് തന്നെ വരണം. അൾട്ടിമേറ്റ്ലി ജൂൾ തന്നെയാണ് അതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. What happens to the force of gravitation between two objects when the mass of one object is doubled? ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെ തിരിച്ചും മറിച്ചും പല വട്ടം ഒരൊറ്റ ഇക്വേഷൻ ആണ് നിങ്ങളിവിടെ പഠിക്കേണ്ടത്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ അറിഞ്ഞിരുന്നാൽ മാത്രം ഇത് അറ്റൻഡ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ഇത് ക്ലിയർ കട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 1 സെക്കൻഡ് കൊണ്ട് ഇത് ആൻസർ ചെയ്തിട്ട് പോകാൻ പറ്റും. ഓപ്ഷൻസ് ജസ്റ്റ് നോക്കാം. The force of gravitation is 4 times. The force of gravitation is doubled. The force of gravitation is tripled. The force of gravitation is halved. വളരെ സിമ്പിൾ ആണ്. ഒറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രം മതി. ഇവിടെ പറയുന്നത് മാസ് ഡബിൾ ആവുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എന്ത് പറ്റും? ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. F is proportional to m1 m2 by r². അപ്പൊ F is proportional to മാസ് അല്ലേ. ഇവിടെ എന്താ പറയുന്നത്? മാസ് ഡബിൾ ആയി, മാസ് 2m ആയി മാറി. അങ്ങനെയാണെങ്കിൽ F എന്തായി മാറും? 2F ആയി മാറത്തില്ലേ? ഡബിളിംഗ് അല്ലേ, ഡയറക്റ്റ് അല്ലേ, വളരെ ഡയറക്റ്റ് ആണ്. The force of gravitation is doubled. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി റേഡിയസിന്റെ വേരിയേഷൻ വെച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇരട്ടി ഇക്വേഷൻ ക്ലിയർ കട്ടായിട്ട് അറിഞ്ഞിരിക്കുക, ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത് പോവുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടു ഹിയർ എ ഡിസ്റ്റന്റ് എക്കോ, വാട്ട് ഈസ് ദ മിനിമം ടൈം ഇന്റർവൽ റിക്വയർഡ് ബിറ്റ്വീൻ ദ ഒറിജിനൽ സൗണ്ട് ആൻഡ് ദ എക്കോ? എക്കോ എന്താണ്, സൗണ്ട് എന്താണ്? നമ്മുടെ ഒറിജിനൽ സൗണ്ട് കൊണ്ട് അതിനെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന നമ്മൾ പുറപ്പെടുവിക്കുന്ന ഒരു സൗണ്ട്, ആ സൗണ്ട് ഒരു മിററോ സം സോർട്ട് ഓഫ് റിഫ്ലക്റ്റിംഗ് മീഡിയത്തിൽ വന്ന് തട്ടി തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്കോ ക്രിയേറ്റ് ആവണമെങ്കിൽ മിനിമം എത്ര ടൈം വേണം, എത്ര ഡിസ്റ്റൻസ് വേണം, ഈ രണ്ട് വാല്യൂം നിർബന്ധമായും കാണാതെ അറിഞ്ഞിരിക്കണം. സൗണ്ട് എന്നൊരു ടോപ്പിക്കിൻ്റെ അകത്ത് നിന്ന് വരുന്നതാണ്. നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. വാല്യൂസ് 0.4 സെക്കൻഡ്, 0.1 സെക്കൻഡ്, 0.2 സെക്കൻഡ്, 0.01 സെക്കൻഡ് എല്ലാം സിമിലർ വാല്യൂസ് ആണ്. അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് വാല്യൂ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഈ ഒരു സംഭവം നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാൾ ഇവിടെ നിന്നൊരു സൗണ്ട് പുറപ്പെടുവിച്ചു, ഇതൊരു റിഫ്ലക്റ്റീവ് മീഡിയം ആണെങ്കിൽ അത് തിരിച്ച് എക്കോ ആയിട്ട് വരണമെങ്കിൽ മിനിമം 17 മീറ്റേഴ്സ് വേണം. സോഴ്സും റിഫ്ലക്ടറും തമ്മിൽ മിനിമം 17 മീറ്റർ വേണം. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 0.1 സെക്കൻഡും ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സൗണ്ട് പഠിക്കുമ്പോൾ എക്കോ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഈ രണ്ട് വാല്യൂ നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത്രേ ഉള്ളൂ. ഒരു സോഴ്സും ഒരു റിഫ്ലക്ടറും തമ്മിൽ മിനിമം there should be a distance gap of 17 meters and the time taken will be 0.1 second. Okay, ഇതാണ് ഞാൻ പറഞ്ഞ 17 meter and 0.1 second. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബോയ് ആണ്, 0.1 second. ഓക്കെ, മിനിമം ടൈം ഇന്റർവൽ റിക്വയർഡ് ബിറ്റ്വീൻ ദ ഒറിജിനൽ സൗണ്ട് എക്കോയും തമ്മിലുള്ള മിനിമം ടൈം ഇന്റർവൽ എത്ര? 0.1 സെക്കൻഡ്. ആൻഡ് ഗ്യാപ്പ് എത്രയാണ്? 17 മീറ്റർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. ക്ലിയർ ആയിട്ട് സൗണ്ട് പഠിക്കുമ്പോൾ ഈ ടോപ്പിക്ക് ക്ലിയർ ആക്കി നോക്കിയിട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് അറ്റ് നൈറ്റ് ഹാപ്പൻസ് ഡ്യൂ ടു. വളരെ ബേസിക് ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്, എന്നാൽ തെറ്റാൻ സാധ്യത ഉള്ളതാണ്. ഓപ്ഷൻസ് നോക്കി കറക്റ്റായിട്ട് നമുക്ക് പറയാം. ഓപ്ഷൻ എ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്.
ഈ റിഫ്ലക്ഷൻ അല്ലെന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. പക്ഷേ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണോ, സ്കാറ്ററിംഗ് ആണോ, ഡിസ്പേർഷൻ ആണോ? ഈ ഡിസ്പേർഷനും സ്കാറ്ററിംഗ് ഒക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് മനസ്സിലാക്കുക, ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസിന്റെ റീസൺ ഫണ്ടമെന്റലി അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. അപ്പൊ എന്താണ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ? നമ്മൾ ഓൾറെഡി പഠിച്ചു. ബെൻഡിങ് ഓഫ് ലൈറ്റ് ബീം വെൻ ഇറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ചെറുതായിട്ട് ലൈറ്റ് ബീമിന് എന്ത് പറ്റും? ബെൻഡിങ് ഉണ്ടാവും. അതിനെയാണ് സിംപ്ലി അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് നമ്മൾ നോക്കാം. ഫണ്ടമെന്റലി സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യാൻ നേരത്തെ ലൈറ്റ് ഫ്രം ദ സ്റ്റാർ ആദ്യം അറ്റ്മോസ്ഫിയറിന്റെ നമ്മൾ എർത്തിലേക്ക് എത്തും മുമ്പേ നമുക്ക് പല റീജിയൻസ് ഉണ്ട്, അല്ലേ? നമ്മുടെ സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റ് അറ്റ്മോസ്ഫിയറിലെ പല റീജിയൻസ്, പല ലെയേഴ്സ് കടന്നിട്ടാണ് എർത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ആ പല ലെയേഴ്സ് കടക്കുമ്പോൾ അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് വ്യത്യാസമുണ്ട്. താഴോട്ട് വരും, നമ്മൾ എർത്തിലേക്ക് വരും തോറും ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂസ് വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ്. അപ്പൊ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടി വരുമ്പോൾ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഷിഫ്റ്റിംഗ് ഉണ്ടാവും ലൈറ്റ് ബീമിന്. അപ്പോൾ ഈ പൊസിഷൻ തന്നെ വ്യത്യാസമായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മളെ സ്റ്റാർ ഇരിക്കുന്ന പൊസിഷൻ ആയിരിക്കില്ല നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഒരു അപ്പാരന്റ് പൊസിഷൻ ആയിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ട് കാണുന്നത്. സോ അതിന്റെ മെയിൻ റീസൺ അപ്പൊ എന്താണ്? ഈ ബെൻഡിങ് ഉണ്ടാകുന്നതിന്റെ മെയിൻ റീസൺ എന്താണ്? ദ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ. ലൈറ്റ്, ഒരു സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റ് എർത്തിലേക്ക് എത്തുമ്പോൾ അതിനിടയിൽ കുറെ ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പൊ ആ ലൈറ്റ് റേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡ് ആവും ഡ്യൂ ടു ദ റീസൺ ദാറ്റ് ദർ ഇസ് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഡിഫറെന്റ് മീഡിയംസ് ആർ ഡിഫറെന്റ്, അല്ലെ? ഓരോ മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യാസമുണ്ട്. അപ്പൊ അവിടെ ലൈറ്റ് റേസ് ബെൻഡ് ആവും. അതിന്റെ മെയിൻ റീസൺ അപ്പൊ എന്താണ്? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the radius of curvature of a convex mirror is 24 cm, what is the focal length? Options: 24 cm, 14 cm, 14 cm and 12 cm. നമ്മൾ മിറർ ഇക്വേഷൻ എന്നൊരു ടോപ്പിക്ക് പഠിച്ചപ്പോൾ കോൺവെക്സ് മിററും സ്ഫെറിക്കൽ മിറേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ മിറർ ഇക്വേഷൻ പഠിച്ചു. ആ മിറർ ഇക്വേഷൻ എന്തായിരുന്നു? 1/f is equal to 1/u plus 1/v. അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഫോക്കൽ ലെങ്ത് is equal to റേഡിയസ് ഓഫ് കർവേച്ചർ ബൈ 2 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ കൂടെ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞും ചോദിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ആ ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഇവിടെ ഓൾറെഡി റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട് 24. അപ്പോൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 24/2 എത്രയാ? 12 സെന്റിമീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ ഡോഗ് അല്ലെങ്കിൽ ഓപ്ഷൻ ഡി 12 സെന്റിമീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ അല്ലേ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി വിച്ച് ഓഫ് ദീസ് ഡസ് നോട്ട് ഹാവ് ആൻ ഒപ്റ്റിക്കൽ ലെൻസ്? താഴെ പറയുന്നതിൽ ഏതിനാണ് ഒപ്റ്റിക്കൽ ലെൻസ് ഇല്ലാത്തത്? ഓപ്ഷൻസ് ഏതൊക്കെയാ? മൈക്രോസ്കോപ്പ്, പെരിസ്കോപ്പ്, ടെലിസ്കോപ്പ്, സെതസ്കോപ്പ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യമേ ആൻസർ മനസ്സിലാവും. ഇതിൽ മൈക്രോസ്കോപ്പ് എന്താണ്? മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒബ്ജക്ട്സിനെ നമ്മൾ ഹ്യൂമൻ ഐ കൊണ്ട് കാണാൻ പറ്റാത്ത ഒബ്ജക്ട്സിനെ ലെൻസ് ഉപയോഗിച്ച് മാഗ്നിഫൈ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഒബ്വിയസ്ലി ദർ ഇസ് എ യൂസേജ് ഓഫ് മൈക്രോസ്കോപ്പ്. ഇനി പെരിസ്കോപ്പ് എന്താണെന്ന് ചിലപ്പോൾ ഒരു ഡൗട്ട് വരും, നമുക്ക് അതിലേക്ക് വരാം. ടെലസ്കോപ്പ് നമുക്കറിയാലോ, വളരെ ദൂരെയുള്ള സാധനങ്ങളെ, സെലസ്റ്റിയൽ ബോഡീസിനെ നമ്മൾ ലെൻസ് ഉപയോഗിച്ച് ഫോക്കസ് ചെയ്ത് ഹ്യൂമൻ ഐന് കാണാൻ പറ്റുന്ന രീതിയിലാക്കി നമ്മൾ ദൂരെയുള്ള ഒബ്ജക്ട്സിനെ കാണാൻ വേണ്ടി അവിടെയും ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി സെതസ്കോപ്പ് എന്താണ്? നമ്മളെ ഡോക്ടർമാർ കഴുത്തിൽ ഇട്ടുകൊണ്ട് കിടക്കുന്ന സാധനം അല്ലേ, സെതസ്കോപ്പ്. അപ്പോൾ സെതസ്കോപ്പ് ആണ് ഇവിടുത്തെ ആൻസർ. അതിന് ലെൻസ് ഇല്ല. ഓക്കെ, അപ്പൊ സെതസ്കോപ്പ് ആണ് ഇവിടുത്തെ ആൻസർ. അങ്ങനെയാണെങ്കിൽ ഈ പെരിസ്കോപ്പ് എന്താണെന്ന് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പെരിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിൽ ഇല്ലാത്ത വസ്തുക്കളെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോർട്ട് ഓഫ് ഡിവൈസ് ആണ്. ഇവിടെ നോർമലി 2 മിററാണുള്ളത്, 45 ഡിഗ്രി ആംഗിൾസിൽ മാറിയാക്കി ഇരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഓഫ് ആക്ഷനിൽ കാണാൻ പറ്റാത്ത സാധനങ്ങളെ നമ്മൾ 2 മിറർ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സംഗതിയാണ് ഈ പെരിസ്കോപ്പ്. അവിടെയും നമ്മൾ ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. Therefore ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി സെതസ്കോപ്പ് ആണ്. അതിൽ ലെൻസ് ഇല്ല. അത് ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന നമ്മുടെ ബോഡിയിൽ വെച്ചൊക്കെ നോക്കുന്ന, നമുക്ക് ഇയറിൽ ക്ലിയർ ആയിട്ട് അതിൻ്റെ വൈബ്രേഷൻ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഡിവൈസ് ആണ് സെതസ്കോപ്പ്. അപ്പം ലെൻസ് ഉപയോഗിക്കാത്തത് ഏതാണ്? സെതസ്കോപ്പ് ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which technique is used to determine the depth of the sea, locate underwater hills, valleys, submarines, icebergs, etc.? താഴെ പറയുന്നതിൽ ഏത് ടെക്നിക്കാണ് ഡെപ്ത് ഓഫ് ദ സീ, ലൊക്കേറ്റ് അണ്ടർ വാട്ടർ ഹിൽസ്, വാലീസ്, സബ്മറൈൻസ്? അതായത്
കടലിനടിയിലുള്ള സംഭവങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ ഡെപ്ത് എത്ര, അതിൻ്റെ അടിയിൽ വേറെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ്: സൗണ്ട് അബ്സോർപ്ഷൻ, ഇൻഫ്രാസൗണ്ട്, സോണാർ, MRI. ഇതിൻ്റെ ആൻസർ സോണാർ ആണ്. സോണാർ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നോക്കാം. സോണാർ എന്ന് പറയാൻ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു ഷിപ്പുണ്ട്, അതിൻ്റെ അകത്തൊരു ട്രാൻസ്ഡ്യൂസറും ഒരു ഡിറ്റക്ടറും കാണും. ട്രാൻസ്ഡ്യൂസർ അൾട്രാസൗണ്ട് പൾസ്, അൾട്രാസൗണ്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചു, എത്രയാ? എബൌട്ട് 20 kHz ഒരു സൗണ്ട് ഫ്രീക്വൻസി നമ്മൾ ഇങ്ങോട്ട് കൊടുക്കും. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് ഒബ്സ്റ്റക്കിൾ തട്ടുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യും, തിരിച്ച് ഡിറ്റക്ടറിലേക്ക് പോകും. അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ആയിട്ട് എത്ര ഹൈറ്റ് ഉണ്ട്, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഏത് ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ പറയുന്ന സംഭവം ഉണ്ടാവുന്നത് എന്നൊക്കെ പറയുന്ന ടെക്നിക്കിനെയാണ് സിംപ്ലി സോണാർ എന്ന് പറയുന്നത്. ഓർ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് ഈ പറയുന്ന സോണാർ. ക്ലിയർ അല്ലേ? സോണാർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സീ ലെവലും ഡെപ്തിലാണ് ഒരു എന്തെങ്കിലും ഒരു സീ ഡെപ്ത് എത്രയാണെന്ന് അറിയണം, അല്ലെങ്കിൽ ഇപ്പോൾ സർവേസ്, ഹൈഡ്രോഗ്രാഫിക് സർവേസിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. സീൻ്റെ ഡെപ്ത് അറിഞ്ഞാൽ മാത്രമേ അതുവഴി സേഫ് ആയിട്ട് നാവിഗേഷൻ സേഫ് ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സംഭവങ്ങളിലെല്ലാം സോണാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ് ലെവലിൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒരു മെമ്മറി ടെസ്റ്റ് പോലെയാണ്. ഇതൊക്കെ നോക്കി പോവാം. അടുത്ത ക്വസ്റ്റ്യൻ: വൈ ആർ ദ ടയേഴ്സ് ഓഫ് ദ കാർ, ട്രക്സ് ആൻഡ് ബുൾഡോസേഴ്സ് ത്രെഡഡ്? ഓപ്ഷൻ: ടു ഇൻക്രീസ് ഫ്രിക്ഷൻ ആൻഡ് ടു ഗിവ് എ ബെറ്റർ ഗ്രിപ്പ് ടു ദം ഓൺ ദ റോഡ്. The threads of the tires are meant to add beauty to its design, to decrease the friction, to increase the speed of the vehicle. എന്തിനാണ് കാറിൻ്റെയും ട്രക്കിൻ്റെയും ബുൾഡോസേഴ്സിൻ്റെയും ഒക്കെ വീല് ത്രെഡ് ചെയ്തിരിക്കുന്നത്? ഫ്രിക്ഷൻ എന്ന ടോപ്പിക്കിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യം തന്നെയാണ്. എന്തിനാണ്? ടു ഇൻക്രീസ് ദ ഗ്രിപ്പ്. എന്താണ് ഈ ബേസിക്കലി ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? ഇവിടെ ഒരു സർഫസ് ഉണ്ടെന്ന് വെച്ചോ, നമ്മൾ വിചാരിക്കും പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് വരച്ചാൽ അത് പക്കാ സ്ട്രെയിറ്റ് ആവണമെന്നില്ല. ഓൺ മൈക്രോസ്കോപ്പിക് വ്യൂ അത് ഏതാണ്ട് ഇങ്ങനെ കുറേ പീക്ക് ആൻഡ് വാലീസ് ആയിരിക്കും. അപ്പോൾ ടയറും ഏതാണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും, പീക്ക് ആൻഡ് വാലീസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടും ടയറും തമ്മിൽ ഓൾമോസ്റ്റ് ത്രെഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ഗ്രിപ്പ് കിട്ടും. ഇത് ഫ്ലാറ്റ് ആയി പോയാൽ എന്ത് പറ്റും? നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല. നമ്മൾ റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ നമ്മുടെ വീലിന് ഗ്രിപ്പ് കിട്ടത്തില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ത്രെഡ് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഇൻക്രീസ് ദ ഗ്രിപ്പ് ടു ദ റോഡുമായിട്ടുള്ള ബെറ്റർ ഗ്രിപ്പിന് വേണ്ടിയാണ് നമ്മൾ ഫണ്ടമെൻ്റലി എന്ത് ചെയ്യുന്നത്? കാറിൻ്റെയും ട്രക്കിൻ്റെയും ബുൾഡോസറിൻ്റെയും ഒക്കെ ടയറിനെ നമ്മൾ ത്രെഡ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ എന്ത് പറ്റും? ഫ്രിക്ഷൻ കൂടും. ഫ്രിക്ഷൻ കൂടുമ്പോൾ സ്മൂത്ത് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് വണ്ടി ഓടിക്കാം. എന്നാൽ ഫ്രിക്ഷൻ അമിതമായാലും പ്രശ്നമാണ്. ആവശ്യമുള്ള ഗ്രിപ്പിന് വേണ്ടിയുള്ള ഫ്രിക്ഷൻ നമുക്ക് മതി. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: ദ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു? ഗ്യാസ് മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി എന്തിനാണ് പ്രൊപ്പോർഷണൽ? ഓപ്ഷൻസ്: അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഏതായിരിക്കും ആൻസർ? നമ്മൾ ഓൾറെഡി കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് മുമ്പേ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ആ ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 kB × T അല്ലേ? 3/2 kB എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്റ്റെഫൻ ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ആണ് നമ്മൾ പറഞ്ഞത്, into T, where T is the absolute temperature. That is, kinetic energy is directly proportional to temperature. Very, very important. It is independent of pressure and other factors. It is only depending on temperature. മറന്നു പോകരുത്. ഓപ്ഷൻ ഡി ആണ്. ഇത് പലപ്പോഴും പലരും ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അടിക്കുന്ന ഒരു ഓപ്ഷൻ ആണ്. തെറ്റാണ്. ഓപ്ഷൻ ഡി ടെമ്പറേച്ചർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആസ് പെർ കൈനറ്റിക് എനർജി ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആണ്. ഓക്കെ, നമുക്കത് കറക്റ്റായിട്ട് അറിയാം, ടെമ്പറേച്ചർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൈഗ്രോമീറ്റർ ഇസ് റിലേറ്റഡ് ടു ഹ്യൂമിഡിറ്റി സച്ച് ദാറ്റ് ബാരോമീറ്റർ ഇസ് റിലേറ്റഡ് ടു എന്ത്? ഹൈഗ്രോമീറ്റർ എന്താ മെഷർ ചെയ്യുന്നത്? ഹ്യൂമിഡിറ്റി. അങ്ങനെയാണെങ്കിൽ ബാരോമീറ്റർ എന്തായിരിക്കും മെഷർ ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം: കറണ്ട്, ടെമ്പറേച്ചർ, പ്രഷർ, സ്പീഡ്. എന്തായിരിക്കും? ബാരോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? പ്രഷർ മെഷറിംഗ് ആണ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ബാക്കിയെല്ലാം മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കറണ്ട് മെഷർ ചെയ്യുന്നത് അമ്മീറ്ററിലാണ്, ടെമ്പറേച്ചറോ തെർമോമീറ്ററിലാണ്, പ്രഷറാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ബാരോമീറ്റർ ആണ് പ്രഷർ മെഷർ ചെയ്യുന്നത്, സ്പീഡ് മെഷർ ചെയ്യുന്നത് അനിമോമീറ്റർ, പിറ്റോ ട്യൂബും യൂസ് ചെയ്യാറുണ്ട്, അനിമോമീറ്റർ, സ്പീഡും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ കാര്യങ്ങൾ എല്ലാം ഈ ഡിവൈസസും ജസ്റ്റ് ഒരു മൈൻഡിൽ ഐഡിയ വെച്ചിരിക്കണം. വളരെ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The ratio of sine of the angle of incidence to the sine of the angle of refraction is a constant for a given color and for a given pair of media. Which law is this? ഒപ്റ്റിക്സിനകത്ത് നമ്മൾ പഠിച്ചു വരുന്ന ഒരു ഫേമസ് ലോ ആണ്. അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓംസ് ലോ, ന്യൂട്ടൺസ് ലോ, സ്നെൽസ് ലോ. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ തന്നെ, ഈ സെൻറ്റൻസ് കേൾക്കുമ്പോൾ തന്നെ വളരെ സിമ്പിൾ സംഭവമാണ്. ഓപ്ഷൻ എന്താണെന്ന് മനസ്സിലായ ഓപ്ഷൻ ഡി സ്നെൽസ് ലോ ആണ് ഇവിടുത്തെ ആൻസർ. ജസ്റ്റ് കേൾക്കുക, വളരെ ഡയറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിലേക്കുള്ള ഒരു റേ ഓഫ് ലൈറ്റ് വരുമ്പോൾ ഇവിടെ ഈ റേ ഓഫ് ലൈറ്റ് N1 എന്നൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ നിന്ന് വരുന്ന റേ ഓഫ് ലൈറ്റ് θ1 ആണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് കരുതുക. ലെറ്റ് θ1 ബി ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് θ2 ബി ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ റേ ഓഫ് ലൈറ്റ് ഇവിടെ എത്തി, റിഫ്രാക്ട് ചെയ്ത് θ2 ഡയറക്ഷനിൽ ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന റിലേഷൻ ആണ് ഈ പറയുന്നത് സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സൈൻ θ1 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സൈൻ θ2 ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് ആ കോൺസ്റ്റന്റ് ബേസിക്കലി റേഷ്യോ ഓഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? N2 ബൈ N1 ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. N1 sin θ1 is equal to N2 sin θ2. ഇതൊരു ഫണ്ടമെന്റൽ ലോ ആണ്, സ്നെൽസ് ലോ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്, നോക്കിയിട്ട് തന്നെ പോവുക. ഡയറക്റ്റ് ലോയിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് ഈ തന്നിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് വെയിറ്റ്? വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജെയ്ക്ക് ഇത്തരം ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കിലോഗ്രാം, സെക്കൻഡ് ന്യൂട്ടൺ, മീറ്റർ. ഈ സെക്കൻഡ് എന്തായാലും അല്ലെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. മീറ്ററും വെയിറ്റിൻ്റെ യൂണിറ്റ് അല്ലെന്നും അറിയാം. പിന്നെ കൺഫ്യൂഷൻ വരാൻ അല്പമെങ്കിലും സാധ്യതയുള്ളത് കിലോഗ്രാമും ന്യൂട്ടണും തമ്മിലാണ്. മാസിൻ്റെ യൂണിറ്റ് എന്താണ്, വെയിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ഇത് മാറിപ്പോകരുത്. മാസിൻ്റെ യൂണിറ്റ് ആണ് നമ്മൾ ഈ പറയുന്ന കിലോഗ്രാം, വെയിറ്റിൻ്റെ യൂണിറ്റ് അല്ല. അപ്പോൾ എന്താണ് വെയിറ്റ്? വെയിറ്റ് ഇസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഫോഴ്സ് ഓഫ്, അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ സിംപ്ലി വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി വെയിറ്റ് ഇസ് എ ഫോഴ്സ്. വെയിറ്റ് ഒരു ഫോഴ്സ് ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് വരും? ഇറ്റ് ഈസ് ന്യൂട്ടൺ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു പോയിന്റിൽ പോലും ഡൗട്ട് വരരുത്. SI യൂണിറ്റ് ഓഫ് വെയിറ്റ് ഇസ് ന്യൂട്ടൺ. ക്ലിയർ ആക്കി പോവുക. ഓവർ കോൺഫിഡൻസ് കാരണം പെട്ടെന്ന് കിലോഗ്രാം അടിച്ച് കളയരുത്. ഒരു പോയിന്റിലെങ്കിലും ഒന്ന് ആലോചിക്കുക. അപ്പോൾ SI യൂണിറ്റ് ഓഫ് വെയിറ്റ് ഇസ് ന്യൂട്ടൺ. ക്ലിയർ അല്ലേ? വിച്ച് ഡിവൈസ് കൺവേർട്ട്സ് സൗണ്ട് വേവ്സ് ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്? ഓപ്ഷൻസ് ലൗഡ് സ്പീക്കർ, ഹെഡ്ഫോൺ, മൈക്രോഫോൺ, ആംപ്ലിഫയർ. സൗണ്ട് വേവ്സിൽ നമ്മൾ പഠിക്കുന്ന വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡിവൈസിന്റെ പേരാണ് മൈക്രോഫോണും ഈ പറയുന്ന ലൗഡ് സ്പീക്കറും ഒക്കെ അല്ലേ? അപ്പോൾ എന്താ ഡിഫറൻസ്? ഇതിലേതാണ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? സൗണ്ട് വേവ്സിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റുന്ന സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നും, ഇലക്ട്രിക്കൽ സിഗ്നലിനെ സൗണ്ട് വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സാധനത്തിന്റെ പേര് ലൗഡ് സ്പീക്കർ എന്നുമാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി, മൈക്രോഫോൺ. ക്ലിയർ അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കാണ്. ജസ്റ്റ് പറഞ്ഞു പോകണേ ഉള്ളൂ. ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുക. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തതായിട്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കളർ ഓഫ് വൈറ്റ് ലൈറ്റ് ഹാസ് ദ മാക്സിമം വേവ് ലെങ്ത്? ആർക്കാണ് വേവ് ലെങ്ത് മാക്സിമം, ലാംഡ മാക്സിമം താഴെ പറയുന്നതിൽ ഏത് ലൈറ്റിനാണ്? ഓപ്ഷൻസ് ഗ്രീൻ, റെഡ്, വയലറ്റ്, ഓറഞ്ച്. നമുക്കറിയാം ഒരു ഗ്ലാസ് പ്രിസത്തിൽ കൂടെ പോകുമ്പോൾ വൈറ്റ് ലൈറ്റ് ഇസ് റിഫ്രാക്റ്റഡ് ഇൻ ടു മെനി ഡിഫറെൻറ്റ് കളേഴ്സ് ബിക്കോസ് ഇറ്റ് ട്രാവൽസ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ആർക്കാണ് മാക്സിമം വേവ് ലെങ്ത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടുത്തെ ആൻസർ ജസ്റ്റ് നോക്കാം. റെഡിനാണ് മാക്സിമം വേവ് ലെങ്ത്. ഓൾമോസ്റ്റ് 760 to 647 റേഞ്ചിലാണ് നമുക്ക് വരുന്ന റെഡ്. ഏറ്റവും കുറവ് ആർക്കാണ്? വയലറ്റിനാണ്. ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്നത് ഫ്രീക്വൻസി അല്ല, ഈ പറയുന്ന വേവ് ലെങ്ത് ലാംഡയാണ്. അപ്പം ലാംഡ ഏറ്റവും കൂടുതൽ ആർക്കാണ്? റെഡിനാണ്. ഏറ്റവും കുറവ് വയലറ്റിനാണ്. നേരെ തിരിച്ചാണ് ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ വയലറ്റിനും ഏറ്റവും കുറവ് നമ്മുടെ റെഡിനുമായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇത് പഠിക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റും ലാസ്റ്റും എങ്കിലും ക്ലിയർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ആ ഓർഡർ എങ്കിലും പഠിക്കുക. റെഡ് കഴിഞ്ഞാൽ ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്. ഓക്കെ, ഈ ഓർഡർ അറ്റ്ലീസ്റ്റ് ഫോർ വേവ് ലെങ്ത് എങ്കിലും നമ്മൾ നോക്കി വെച്ചിരിക്കണം. മാക്സിമം ആർക്കാണ്? റെഡ്. മിനിമം ആർക്കാണ്? വയലറ്റ്. ഇതെങ്കിലും മിനിമം മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈ ഡസ് ദ പോൾ സ്റ്റാർ അപ്പിയർ ടു ബി ഫിക്സഡ് ഇൻ വൺ പ്ലേസ് while all other stars seem to move from east to west?
നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പോൾ സ്റ്റാർ ഫിക്സഡ് ആയിരിക്കും, എന്നാൽ ബാക്കിയുള്ള സ്റ്റാർ എല്ലാം ഈസ്റ്റ് വെസ്റ്റ് വരെ എന്താണ് നീങ്ങുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ആക്ച്വലി സ്റ്റാർസ് നീങ്ങുന്നുണ്ടോ? ഇല്ല, നമ്മളാണ് നീങ്ങുന്നത്. എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. ദാറ്റ് ഈസ് വൈ നമുക്ക് തോന്നുന്നത് എന്ത്, ദ സ്റ്റാർസ് ആർ റൊട്ടേറ്റിംഗ് അല്ലെ, സ്റ്റാർസ് ആർ മൂവിങ് ഫ്രം ഈസ്റ്റ് വെസ്റ്റ് എന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ അതിന് മുമ്പേ എന്താണ് ഈ പോൾ സ്റ്റാർ എന്ന് പറയുന്നത്? പോൾ സ്റ്റാർ എപ്പോഴും ഫിക്സ്ഡ് ആണ്. പോൾ സ്റ്റാറിന്റെ വേറൊരു പേരാണ് നോർത്ത് സ്റ്റാർ എന്ന് പറയും, അല്ലെങ്കിൽ പൊളാരിസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ സ്റ്റാർ എപ്പോഴും ഫിക്സ്ഡ് ആണെന്ന് നമ്മൾ പറയുന്ന റീസൺ ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഓപ്ഷൻസിലേക്ക് പോവാം. ഓപ്ഷൻ എ, ബിക്കോസ് പോൾ സ്റ്റാർ ഇസ് എ പ്ലാനറ്റ്. തെറ്റാണ്. ഓക്കെ, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക പോൾ സ്റ്റാർ ഒരു പ്ലാനറ്റ് അല്ല, അതൊരു സ്റ്റാർ തന്നെയാണ് നമ്മൾ പറയുന്നത്. തെറ്റ്. പോൾ സ്റ്റാർ ഇസ് നിയർ ദ മൂൺ. ആക്ച്വലി അതും നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വെരി ഫാർ അവേ ഫ്രം അസ്. മൂണൊക്കെ ആക്ച്വലി നമുക്ക് അടുത്താണ്. സണ്ണും മൂണും കമ്പാരിറ്റീവ്ലി നമുക്ക് അടുത്ത് തന്നെയാണ്. കമ്പയർഡ് ടു എ സ്റ്റാർ, സ്റ്റാർ ഇസ് വെരി 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 ഫാർ അവേ ഫ്രം അസ്. അപ്പം അതും തെറ്റാണ്. പോൾ സ്റ്റാർ ഇസ് നിയർ ദ സൺ, അതും തെറ്റാണ്. ഇനി ബിക്കോസ് ദ പോൾ സ്റ്റാർ ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ആക്സിസ് ഓഫ് ദ എർത്ത് ഓൺ വിച്ച് ദ എർത്ത് റൊട്ടേറ്റ്സ്. ഓക്കെ, പറയുന്നത് പോൾ സ്റ്റാർ ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ആക്സിസ് ഓഫ് ദ എർത്ത്. ആക്സിസ് ഓഫ് ദ എർത്തിന്റെ ഡയറക്ഷനിലുള്ള സ്റ്റാറിനെയാണ് ഫണ്ടമെന്റലി പോൾ സ്റ്റാർ അല്ലെങ്കിൽ നോർത്ത് സ്റ്റാർ എന്ന് പറയുന്നത്. എർത്തിന്റെ നോർത്ത് സൗത്തിനെ ലൈനിനെ, എർത്തിന്റെ നോർത്ത് സൗത്ത് നമ്മൾ എർത്തിന്റെ നോർത്ത് പോളും സൗത്ത് പോളും നമ്മൾ ലൈൻ വരച്ച്, ഇമാജിനറി ലൈൻ വരച്ച് നമ്മൾ ജോയിൻ ചെയ്ത് അതിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ അത് ചെന്ന് മീറ്റ് ചെയ്യുന്നത്, നോർത്ത് നിന്ന് നേരത്തെ എക്സ്റ്റെൻഡ് ചെയ്താൽ മീറ്റ് ചെയ്യുന്ന സ്റ്റാറിന്റെ പേരാണ് നോർത്ത് സ്റ്റാർ. അപ്പോൾ ഫണ്ടമെന്റലി ഇതാണ് നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ജസ്റ്റ് ഈ ഫിഗർ കൂടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എർത്തിന്റെ നോർത്ത് സൗത്തിൽ നിന്ന് നമ്മൾ ഡയറക്ട്ലി ഒരു ലൈൻ ആക്സിസ് ഇമാജിനറി ലൈൻ വരച്ചാൽ അതൊരു സ്റ്റാറിൽ മീറ്റ് ചെയ്താൽ ആ സ്റ്റാറിനെയാണ് നമ്മൾ ഫണ്ടമെന്റലി പോൾ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? വളരെ ഫണ്ടമെന്റൽ. ബാക്കി ഓപ്ഷൻസ് പൊട്ടത്തെറ്റായതുകൊണ്ടും നിങ്ങൾക്ക് ഈ ഓപ്ഷനിലേക്ക് എത്താം. എനിവേ, നോർത്ത് സ്റ്റാർ എന്താണ്, ഈ പോൾ സ്റ്റാർ ഓർ സിംപ്ലി നോർത്ത് സ്റ്റാർ ഓർ പൊളാരിസ് എന്താണെന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് പവർ? വളരെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസിലേക്ക് പോവാം. ഓപ്ഷൻ എ വോൾട്ട്, ആംപിയർ, വാട്ട്, ജൂള്. ജൂളൊക്കെ എന്തിന്റെ യൂണിറ്റാ? ജൂള് വർക്കിന്റെ യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് പവർ ഇസ് ഫണ്ടമെന്റലി വാട്ട്. അപ്പോൾ വാട്ട് എന്താണ്, അല്ലെങ്കിൽ സിംപ്ലി പവർ എന്താണ്? പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം അല്ലേ. വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ സിംപ്ലി ഈ പറയുന്ന പവർ എന്ന് പറയുന്നത്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ മീറ്റർ ഓർ സിംപ്ലി ജൂൾ അല്ലേ. ഇപ്പൊ ജൂൾ പെർ ടൈം എന്താ? സെക്കൻഡ്. അപ്പൊ ജൂൾ പെർ സെക്കൻഡിന്റെ വേറെ പേരെന്താ? അതിനെയാണ് നമ്മൾ സിംപ്ലി വാട്ട് എന്ന് പറയുന്നത് അല്ലെ. വാട്ട് ആണ് നമ്മുടെ SI യൂണിറ്റ്. SI യൂണിറ്റ് ഓഫ് പവർ ഇസ് സിംപ്ലി വാട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ? നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില വാല്യൂസിൽ ഒന്നാണ്. നമ്മൾ ഓൾറെഡി 1-2 വാല്യൂസ് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കൂളം ചാർജിന്റെ യൂണിറ്റ് എന്താണെന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സിമിലർലി വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ? നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. ഓപ്ഷൻസ് നോക്കാം. 3 × 10⁶, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, 3 × 10⁴ മീറ്റർ പെർ സെക്കൻഡ്, 3 × 10⁵ മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് ശ്രദ്ധിക്കുക, മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ ആൻസർ കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. 3 × 10⁸ ആണ്. 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ. എയർ അല്ലെങ്കിൽ വാക്യൂം എന്നും പറയാം. ആക്ച്വലി ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. 1.003 ടൈംസ് ആണ് ആക്ച്വലി കറക്റ്റ് പറഞ്ഞാൽ. അപ്പോൾ ഒരെണ്ണം 2.99 × 10⁸ ആണ് ഒരെണ്ണത്തിന്റെ വാല്യൂ. അതായത് വാക്യൂം ആണെങ്കിൽ അങ്ങനെ വരാം, അല്ലെങ്കിൽ 3 × 10⁸. ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പം നമ്മൾ ജനറലി പറയും ഇൻ എയർ ഓർ വാക്യൂം, എയർ ആണെങ്കിലും വാക്യൂം ആണെങ്കിലും നമ്മുടെ ഈ പറയുന്ന വാല്യൂ 3 × 10⁸ എന്ന് പഠിച്ചാൽ മതി. ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്ന്, അതാണ് കറക്റ്റ് ഫാക്ടർ. ഓക്കെ, ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ വരുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയറിന്റെ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? N = 1.33 ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പീഡും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. C/N ആണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു C/N ആണ്. N ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് സ്പീഡ് ഓഫ് ലൈറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം നമുക്ക് ഈ പറയുന്ന വാല്യൂ ഇതാണ്.
അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബാക്കി വാല്യൂസ് കിട്ടും. അപ്പോൾ വാട്ടറിലാണെങ്കിലും അങ്ങനെ എവിടെയാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ പർട്ടിക്കുലർ മീഡിയം വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.2? നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പ്രൊവൈഡഡ് 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് ആണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്യൂം എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A ray of light from an object parallel to the principal axis of a concave lens after refraction appears to diverge from which point on the same side of the lens? വായിക്കുമ്പോൾ ഒരുപാടുണ്ട്, ഒന്ന് സ്പ്ലിറ്റ് ആക്കി വായിച്ചാൽ ഒന്നുമില്ല. ഓപ്ഷൻസും വായിക്കാം. പോയിന്റ് ബിറ്റ്വീൻ ഒപ്റ്റിക് സെന്റർ ആൻഡ് ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ്, പോയിന്റ് ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ്, സെന്റർ ഓഫ് കർവേച്ചർ. ശ്രദ്ധിച്ച് വായിച്ചാൽ ഒന്നുമില്ല. എ റേ ഓഫ് ലൈറ്റ് ഫ്രം ദ ഒബ്ജെക്ട് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺകേവ് ലെൻസ്. അപ്പം നമുക്കുള്ളത് ഒരു കോൺകേവ് ലെൻസ് ആണ്. ഒരു കോൺകേവ് ലെൻസിലേക്ക് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് വന്ന ലൈറ്റ് എന്താണ്? ഇറ്റ് ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആണ്. ആ സാധനം അതിനുശേഷം എന്ത് ചെയ്തു? റിഫ്രാക്ട് ചെയ്ത് ഡൈവേർജ് ചെയ്ത് പോയി. അതായത് നേരെ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഒരു കോൺകേവ് ലെൻസിൽ ഒരു ലൈറ്റ് റേ വന്നിട്ട് അത് ഡൈവേർജ് ചെയ്ത് അങ്ങ് പോയി. അങ്ങനെയാണെങ്കിൽ ഏത് പോയിന്റിൽ നിന്നാണ് അത് ഡൈവേർജ് ചെയ്തു എന്നതാണ് ചോദ്യം. നമുക്ക് ഈ ഒരു ഫിഗർ ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഇതാ കണ്ടോ, എ റേ ഓഫ് ലൈറ്റ് ഈസ് കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് കുറെ റേസ് ഓഫ് ലൈറ്റ് വന്നു. അത് ഒരു കോൺകേവ് ലെൻസിൽ തട്ടിയതിന് ശേഷം ഡൈവേർജ് ചെയ്ത് പോയി. ഇങ്ങനെ ഡൈവേർജ് ചെയ്യുന്നത് ഇറ്റ് ഈസ് അബൌട്ട് എ പർട്ടിക്കുലർ പോയിന്റ് അല്ലേ? ആ പോയിന്റിന്റെ പേരാണ് ഫോക്കൽ പോയിന്റ് ഓർ സിംപ്ലി പ്രിൻസിപ്പൽ ഫോക്കസ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. കോൺകേവ് ലെൻസ് എന്താണെന്ന് പഠിച്ചിട്ടുള്ളവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു സാധനമാണ് വാട്ട് ഈസ് എ പ്രിൻസിപ്പൽ ഫോക്കസ്. ക്ലിയർ അല്ലേ? ഈ ഒരു ഫിഗർ കണ്ട കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് RRB JEE 2019 ഫിസിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പോർഷൻ. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കിയപ്പോൾ തന്നെ മനസ്സിലാവും, പല ക്വസ്റ്റ്യൻസും ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പം പല റീജിയൻ ഓഫ് ഫോക്കസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചില റീജിയൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ ലെൻസിൻ്റെ 1-2 ലോ മിനിമം പഠിക്കണം. എന്തായാലും സ്നെൽസ് ലോ പോലുള്ള ലോസ് ചോദിക്കാൻ ടെൻഡൻസി കൂടുതലാണ്. പിന്നെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഏതെങ്കിലും യൂണിറ്റുകൾ ഷുവർ ആയിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചില പോർഷൻസ് നിങ്ങൾക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക എന്നതാണ് നമുക്ക് ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആയിട്ടുള്ള പരിപാടി. അപ്പോൾ മാക്സിമം എല്ലാവരും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.